താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്ന വനം വകുപ്പിന്റെ നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടത് നേതാക്കൾ. വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും LDF ഇടുക്കി ജില്ലാ കൺവീനർ കെ ശിവരാമൻ പറഞ്ഞു. വനം മന്ത്രി സംസാരിക്കുന്നത് നിസ്സഹായനെ പോലെയാണെന്നും ഇത്തരം വിഷയങ്ങളിൽ മന്ത്രിക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് സംശയമുണ്ടെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസും കുറ്റപ്പെടുത്തി. വന്യജീവി ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ DFOയുടെ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ വനം വകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ച ഇടുക്കിയിലെ ഇടത് നേതാക്കളും രംഗത്തെത്തി. വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹം. അതിനെ ചെറുത്തു പരാജയപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ്. വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് LDF നിലപാടെന്നും ജില്ലാ കൺവീനർ കെ ശിവരാമൻ. വന്യജീവി ആക്രമണം പെരുകുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുക ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ആ വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുകയും വാച്ചർമാരെ നിലനിർത്തുകയും ചെയ്യണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയാനുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നു. വനംവകുപ്പ് മന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കുവാൻ ഇടപെടണമെന്നും കെ ശിവരാമൻ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ശല്യം മാത്രമല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശല്യവും കൃഷിഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച് CPI പോഷക സംഘടനയായ കിസാൻ സഭയും രംഗത്തെത്തി. വനംവകുപ്പ് മന്ത്രി സംസാരിക്കുന്നത് നിസ്സഹായനെ പോലെയാണെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയാണ് വേണ്ടത്. വനംവകുപ്പ് മന്ത്രിക്ക് ഈ കാര്യത്തിൽ ഏതളവ് വരെ ഇടപെടാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ നിസ്സഹായനെ പോലെയാണ് പറയുന്നത്. അതേസമയം പിരിച്ചുവിടൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുവാനുള്ള നീക്കത്തിലാണ് വാച്ചർമാരുടെ അടക്കം ഇടതുപക്ഷ സംഘടനകളും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.